കാടിന് നടുക്ക് ഒരു കോട്ടേജ് ഉണ്ട് അവിടെ. ചില രാത്രി കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. സെക്കൻഡുകൾക്കുള്ളിൽ കുരങ്ങന്മാർ വന്ന് അത് മുഴുവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ചാക്കോച്ചനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കൊക്കെ പോയാലോ. അന്നത്തെ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രിയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ താഴെ ആനക്കൂട്ടങ്ങളാണ്. ചാക്കോച്ചനും ഷാനിയും കൂടെ ഓടി വന്ന് കസ്തൂരിമാൻ സിനിമയുടെ ഷൂട്ടിങ് നമ്മൾ പറമ്പിക്കുളത്താണ്. ഒരു 1+1 എന്ന് പറയുന്ന ഒരു സോങ് നിങ്ങളിപ്പോഴും കേട്ടിട്ടുണ്ടാവും. 1+1 2 is maths. 1+1 1 is love. ആ പാട്ട് സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറമ്പിക്കുളത്തേക്ക് ചെല്ലുന്നു. എനിക്കൊന്ന് ചെല്ലുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലാനിങ് എന്താ വെച്ചാൽ പറമ്പിക്കുളത്ത് വളരെ കുറച്ച് താമസ സൗകര്യമുള്ളൂ. എനിക്കൊന്ന് കൃത്യമാണ്, ഒരു റൂം പോലും നമുക്ക് കൂടുതലില്ല. അതുമല്ല, ഇവിടെ പലർക്കും 2 റൂം കൊടുത്തിരുന്നവർ പലരും അവിടെ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആദ്യത്തെ റിക്വസ്റ്റ് എല്ലാവരുടെയും എന്താ വെച്ചാൽ കാടിന് നടുക്ക് ഒരു കോട്ടേജ് ഉണ്ട് അവിടെ. 4 കാലിൽ മുകളിലേക്ക് മറ്റേ ചവിട്ടുപടികളുമായി കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ കോട്ടേജ് ഉള്ളത്. ആ സ്ഥലത്തിന് വേണ്ടിയാണ് അവിടെ താമസിക്കണം എല്ലാവർക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂമുകൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ജസ്റ്റ് കാണുകയും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ലോഹി സാറ് പറയുന്നത് ഞാൻ അവിടെ താമസിച്ചോളാമെന്നാണ്. അപ്പോൾ ശരി, സാറിന് ആണ് ഏറ്റവും നമ്പർ 1 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചാക്കോച്ചൻ പറഞ്ഞു വേണമെങ്കിൽ ഞാനവിടെ താമസിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ആ സ്ഥലമാണ്, ഒരൊറ്റ റൂമേ ഉള്ളൂ. പക്ഷേ ആ സ്ഥലം എന്താ വെച്ചാൽ പ്രൊഡ്യൂസർ വന്നിട്ട് മുദ്ര ശശി ചേട്ടനാണ് പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആ സ്ഥലം കിട്ടുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ ലോഹി സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലോഹി സാർ പറഞ്ഞു ഓക്കേടാ, അല്ല ശശി താമസിക്കട്ടെ. അതിന് ശശി ചേട്ടനാണ് ആദ്യ ദിവസത്തെ നറുക്ക് വീഴുന്നത് അവിടെ താമസിക്കാനുള്ളത്. പിറ്റേന്ന് കാലത്ത് ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ശശിയേട്ടൻ ബാഗും എല്ലാ സാധനവും എടുത്ത്, ശശിയേട്ടൻ ഫാമിലി, പുള്ളി ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, വൈഫുണ്ടായിരുന്നു, ബാഗും എല്ലാം എടുത്ത് വന്നിരിക്കുന്നത്. എന്താ കാര്യം രാത്രി കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. അത്ര മൃഗങ്ങളുടെ ബഹളമായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ മകള് കാലത്ത് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ കുരങ്ങന്മാർ വന്ന് അത് മുഴുവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ല, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭീകരമായ കഥയുമായിട്ടാണ് ശശിയേട്ടൻ ഒന്ന് ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ വേറെ ഒരു റൂമില്ല അവിടെ. എല്ലാം ടൈറ്റാണ്, കാരണം എല്ലാവരും ടൈറ്റായിട്ട് എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ശശിയേട്ടൻ അവിടെ താമസിക്കില്ല എന്ന് തീർത്തു പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കഴിഞ്ഞ ദിവസം ആ റൂമിന് വേണ്ടി അടിയുണ്ടാക്കിയ പലരോടും നമ്മൾ പറഞ്ഞു നിങ്ങൾ ആ റൂം ഒഴിവാണെന്ന് പറഞ്ഞു. ഈ കഥ പരന്നതുകൊണ്ടായിരിക്കാം ഒരാൾക്കും ആ റൂം വേണ്ട. അവസാനം നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് പോയി താമസിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ, ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ എല്ലാവരും ഞങ്ങളൊരു കോട്ടേജ് പോലത്തെ ഒരു സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ കുഞ്ചാക്കോ ബോബന ചാക്കോച്ചനാണ് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊക്കെ പോയാലോ. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഞാനുണ്ട്, ചാക്കോച്ചനുണ്ട്, ഷാനി ഖാദർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ റൈറ്റർ പുള്ളിയുണ്ട്, ശ്യാം നമ്മുടെ പ്രൊഡക്ഷനുണ്ട്. 4 പേര് കൂടെ ഈ കോട്ടേജിലേക്ക് താമസിക്കാൻ പോകാമെന്ന് തീരുമാനിക്കുകയും അന്നത്തെ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രാത്രിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം വെച്ചാൽ വൈകിട്ട് നമ്മളവിടെ എത്തി. ഭക്ഷണം കൊണ്ടുവന്ന് നോക്കിയത് പ്രൊഡക്ഷനിലെ ആളുകൾ വൈകിട്ട് ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ അവിടേക്ക് എത്തി. കാരണം കാടിൻ്റെ ഉള്ളിലാണ്, കടക്കാൻ പറ്റില്ല. ഇവർ 5 പേരാണ് അങ്ങോട്ട് ഭക്ഷണം വയ്ക്കാൻ വരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി കൺട്രോൾ പോയിട്ടുണ്ട്. 5 പേര് ഒരുമിച്ച് വണ്ടി ഹോണൊക്കെ അടിച്ച് പതുക്കെ വന്ന് ചവിട്ടുപടി കയറി ഞങ്ങൾക്ക് ഭക്ഷണം വയ്ക്കുന്നു. ഈ കോട്ടേജിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടേജിലെ എല്ലാ സ്വിച്ചുകളും നമ്മളകത്തു നിന്നല്ല സ്വിച്ച്, ഇതെല്ലാം പുറത്താണ് സ്വിച്ചുകൾ. സത്യത്തിൽ അവിടെ കയറി ഞാനുണ്ട്, ചാക്കോച്ചനുണ്ട്, ഷാനിയുണ്ട്, ശ്യാമുണ്ട്, 4 പേരും അവിടെ രാത്രി അതിനകത്ത് കയറുന്നു. ഇതൊന്നൊരു 8 മണി കഴിയുമ്പോഴേക്കും നമ്മൾ ഡോറടിച്ചു. കാരണം മൊത്തപോലെ മൃഗങ്ങളുടെ ബഹളവും. ഞങ്ങൾ നോക്കുമ്പോൾ താഴെ ആനക്കൂട്ടങ്ങളാണ്, അത്രയും ആനകളും. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പോവും. അപ്പോൾ ചാക്കോച്ചൻ പറയുന്നു ഫോറസ്റ്റുകാർ വരും. ഒക്കെ ഞങ്ങൾ കഥകളാണ്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും എന്നുള്ള കഥകളാണ്. രാത്രിയായിട്ട് സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാൻ അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പുറത്ത് പോയിട്ട് വേണം ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ. ഈ റൂമിലെ ബൾബുകൾ 2 ട്യൂബുണ്ട്, ഒരു ബൾബുണ്ട്, ഇതെല്ലാം പോലെ ഒരാൾക്കും താഴെ. അതൊരു എന്ത് മണ്ടത്തരമാണ് അവർ ചെയ്തു വെച്ചിരിക്കണമെന്ന് മനസ്സിലാവില്ല. ഈ രാത്രി ആരും പുറത്ത് നിന്ന് ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നൊരു സിസ്റ്റം മനസ്സിലായില്ല. എന്തോ
ഞങ്ങളാരും പുറത്തിറങ്ങാൻ തയ്യാറല്ലായിരുന്നു. ആ ലൈറ്റിൽ തന്നെ കിടന്നുറങ്ങാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഷാനി ഖാദറിൻ്റെ ബുദ്ധിയിൽ ഈ 2 രൂപം അവൻ ഊരി വെച്ചു. ബൾബും വേറൊരു നല്ല ചൂടുണ്ടായിരുന്ന ബൾബും നമ്മൾ ഊരി വെച്ച് അങ്ങനെയാണ് അന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. കാലത്ത് ലൊക്കേഷനിലേക്ക് പോകാൻ ഞങ്ങൾക്ക് മാത്രം അന്ന് ചായ നേരത്തെ വിളിക്കാനൊന്നും വന്നില്ല. കാരണം ആരും വരില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ലൊക്കേഷനിലേക്ക് പോകാൻ ഇറങ്ങിയ ചാക്കോച്ചൻ താഴെ എത്തി. അപ്പോൾ ഞങ്ങൾ ചാക്കോച്ചൻ ആദ്യം വണ്ടി വന്നു, ഞങ്ങൾ അടുത്ത വണ്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. താഴെ എത്തുന്നു. തിരിച്ചതേ സ്പീഡിൽ ചാക്കോച്ചനും ഷാനിയും കൂടെ ഓടി വന്ന് വീണ്ടും ഇതിനുള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. ജസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ ഒരു കരടി നമ്മുടെ താഴെ ഇറങ്ങുന്ന കറക്റ്റ് സ്ഥലത്ത്, നമ്മൾ സാധാരണ കരടി ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിങ്ങനെ നിന്ന് കറങ്ങുകയാണ് നമ്മുടെ അപ്പുറത്ത് നിന്നിട്ട്. അപ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാൻ വന്ന വണ്ടിക്കാരൻ അപ്പോഴേ വണ്ടി എടുത്ത് പോയി. ഞങ്ങളെല്ലാം ഡോറ് അടച്ച് കയറി കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഞങ്ങളെ ഈ കാറുകാരൻ പോയി അപ്പുറത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ പറഞ്ഞ് ആ ഫോറസ്റ്റുകാർ വന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു പോകുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. പിന്നീട് ആ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടെ വേറൊരു സ്ഥലത്തേക്ക് മാറുകയും അവിടെ ഒരൊറ്റ ആൾ കിടക്കാൻ പിന്നെ ആ ഷൂട്ടിംഗ് കഴിയുന്നവരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു രാത്രി, ശരിക്കും എനിക്കൊന്ന് ഉറക്കമില്ലാത്ത രാത്രി എന്ന് തന്നെ പറയാം. കാരണം ഇടയ്ക്ക് ഉറങ്ങുമ്പോഴേക്കും താഴെ ഈ മരത്തിൽ വന്ന ആനകൾ, ശരിക്കും എനിക്കൊന്ന് ആന ശരീരമിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കോട്ടേജ് ഒന്ന് ഇളകും. ഇതും കണ്ട് ഏറ്റവും ഭീകരമായൊരു രാത്രി പറമ്പിക്കുളത്തിന് ഒരിക്കലും മറക്കാത്ത കസ്തൂരിമാൻ എപ്പോൾ ആലോചിക്കുന്നു ആ ഭീകര രാത്രി ഇതും ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു രാത്രിയാണ്.